ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാക്കേജ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് വീട്ടിലത്തേക്ക് തന്നെ എനിക്ക് വേണ്ടി തന്നെ വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ രാവിലെ നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ നൈഫ് നമ്മുടെ ചാനൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അല്ലാത്തവരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാം ഫോട്ടോസ്, അത് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞുള്ള ഫോട്ടോസും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോയുടെ എൻഡിൽ കൊടുക്കും. വാങ്ങാൻ താല്പര്യമുള്ളതാണ്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് പ്ലാസ്റ്റിക് പാക്കേജിലാണ് വന്നേക്കുന്നത്. റീയൂസബിളായിട്ട് യൂസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ഓപ്പൺ ആക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും പാക്കേജ് ചെയ്ത് ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണാം എന്താ പ്രോഡക്റ്റ് എന്നുള്ളത്. ഇത് 2 പെയർ ഓഫ് സ്ലിപ്പേഴ്സാണ്. നമുക്കിത് പുറത്തൊന്നും ഇട്ടുകൊണ്ട് പോകാൻ അധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പിട്ടാണ്. സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നേക്കുന്നത്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സൈസ് 9 ആണ്. 2 പെയറും 9 സൈസ് തന്നെയാണ്. ഇത് ഒരു ഓർമ്മ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ജസ്റ്റ് ഇവിടെ ഇച്ചിരി ഒരു പേപ്പർ വെച്ച് തന്നിട്ടുണ്ടോ എന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഗിമ്മിക്സും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ റേറ്റ് കുറഞ്ഞാണ് നമ്മൾ വാങ്ങിയത്. വീണ്ടും അകത്തിട്ടൊന്ന് ഇറക്കാൻ അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും ഇല്ല. എന്നാലും നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പെർഫെക്ഷനൊക്കെ നോക്കാൻ പോയാലും നമുക്ക് വലിയ ക്വാളിറ്റിയൊന്നും ഫീലില്ല. നമുക്ക് ഇതും ഈ 2 പെയറോടെ വാങ്ങിയപ്പം ബിലോ 200 ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത്. MRP ഒന്നും കാണിച്ചിട്ടില്ല. നോക്കിയാൽ കാണാം, ഇവിടെ പൊങ്ങി എന്താ നോക്കിയാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല. നമുക്ക് വീണ്ടും അകത്തിടാനായിട്ട് ടൈലിൽ ഡയറക്റ്റ് ചവിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഫുഡ് അപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രാൻഡിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ബ്രാൻഡാണെന്ന് അറിയുന്നില്ല. സൈസ് എല്ലാത്തിൽ 9 എന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിവിടെ പൊങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ വള്ളി വന്നത് ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഇവിടെ ഒരു പൊങ്ങിയാണ് ഇരിക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം ഫ്ലെക്സിബിളാണ്. ചെറിയൊരു ക്വാളിറ്റി. പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അതിനനുസരിച്ചുള്ള പ്രൈസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഈ ഫുഡ് ആപ്പ് എന്നാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ് എടുക്കുമ്പോൾ സോസു എന്നാണ് ഇതിൻ്റെ എഴുതിയിരിക്കുന്നത്. SOSU അങ്ങനെയാണ് ഇതിൻ്റെ ബ്രാൻഡ് അകത്തി കൊടുത്തിരിക്കുന്നത്. ഇതുകൂടെ ഓപ്പൺ ആക്കി നോക്കാം. ഇതിലും ഫുഡ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സൈസും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പുറകിൽ പോലും സൈസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഏതോ ഒരു ഡിസൈൻ L7 അങ്ങനത്തെ പോലെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തേക്കുന്നത്. രണ്ടും നമുക്ക് ഇടാം, അത്രേ ഉള്ളൂ. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ചാലും ഇത് വാങ്ങാൻ നിൽക്കണ്ട. ജസ്റ്റ് വീണ്ടും അകത്തോടെ ഇട്ടുകൊണ്ട് നടക്കാൻ എന്നുള്ള രീതിയിൽ മാത്രം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നല്ല ഇത് കട്ടിയുള്ള സ്ട്രാപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവും. അത് മെറ്റീരിയൽ തുണിയാണ്. ഇത് സ്പോഞ്ചും, ഇവിടെ സ്പോഞ്ച് ടൈപ്പിൽ ഇത് റബ്ബറും ആണെന്ന് തോന്നുന്നു. ഇത് ലോ ക്വാളിറ്റി റബ്ബറാണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ഇവിടെ സ്പോഞ്ച് ടൈപ്പും ഇവിടെ റബ്ബറുമാണ്. ഇവിടെ ആണെങ്കിലും പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. കണക്കിലും വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പറയാനായിട്ടൊന്നുമില്ല. ഈ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫോട്ടോസ് എൻഡിൽ കൊടുത്തേക്കാം. സൈറ്റിൽ കിടക്കുന്നതും എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞുള്ള ഫോട്ടോസും വീഡിയോ എൻഡിൽ കൊടുത്തേക്കാം. ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇത്. വലിയതായിട്ടൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് പറയാൻ. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നിർത്തുന്നത്. അപ്പം മറ്റൊരു വീഡിയോയുടെ അടുത്ത് വെള്ളിയാഴ്ചയാണ്. അതുവരേക്കും താങ്ക് യു.